നോക്കിയിട്ടിട്ട് വണ്ടി സ്റ്റാർട്ട് ചെയ്യും. ഹലോ ഗൈസ്, വെൽക്കം ബാക്ക് ടു മൈ സ്പേസ് ഗൈസ്. ഞാൻ ഇന്ന് നാഞ്ചോടൊപ്പം KVK വരെ വന്നതാണ് ഗൈസ്. അപ്പോഴാണ് ട്രാക്ടർ കണ്ടത്. ട്രാക്ടർ ഇൻ ദ സെൻസ് ട്രാക്ടറിൻ്റെ ബാക്കിലൊരു ലോഡ് കയറുന്ന സംഭവങ്ങളുണ്ട്. സോ ഐ തോട്ട് ഞാൻ നിങ്ങൾക്കൊരു കംപ്ലീറ്റ് ഐഡിയ ഓഫ് എ ട്രാക്ടർ കുറിച്ച് തരാമെന്ന് വിചാരിച്ചു. ബാക്കി അവർക്ക് ചോദിക്കാം. അപ്പോൾ ഞാൻ അതിൻ്റെ വീഡിയോ ആണ് ഗൈസ് ഇത്. സോ വെൽക്കം ബാക്ക് ടു മൈ സ്പേസ് ഗൈസ്. സോ ലെറ്റ്സ് ഗെറ്റ് ഇൻടു ഇറ്റ്. ഇവിടെ ഒരു പഴയ ജീപ്പ് കൂടെ കിടപ്പുണ്ട്. ഇതാണ് ജീപ്പ്. ഈ ജീപ്പ് യൂസ് ചെയ്യത്തില്ല ഇപ്പം. ഇത് യൂസ് ചെയ്യും. കേരള കാർഷിക സർവകലാശാല കൃഷി വിജ്ഞാന കേന്ദ്രത്താണ്. കണ്ട് ഇത് കണ്ടാൽ വിചാരിക്കും ലോറിയാണ്, പക്ഷേ ഇത് ലോറിയല്ല ഗൈസ്. ഇത് ട്രാക്ടറിൻ്റെ ബാക്കിലൊരു എക്സ്ട്രാ സാധനം വെച്ചേക്കുക. എൻ്റെ ബാക്കിലൊക്കെ അഴുക്കായി ഞാൻ ഫോട്ടോ എടുക്കാൻ നോക്കിയതാണ്. പക്ഷേ കണ്ട ഇവിടെ കുറേ ചെടികളും തൈകളും ഒക്കെ ഇരിപ്പുണ്ട്. ഇതിൻ്റെ ഇടയിൽ കൂടെ ഇങ്ങനെ നടക്കാം, റാം വാക്ക് പോലെ. ദീം തനന കേട്ടോ. അവിടെ അതോ കുറേ കച്ചി കിടക്കുന്നു. അവിടെ ഒരു കുഞ്ഞ് വീട് പോലത്തൊരു സ്ഥലം. പിന്നെ അവിടെ അതിനെന്തൊരു പേര് പറഞ്ഞവർ മറന്നുപോയി ഞാൻ. ഇതാണ് നമ്മുടെ ട്രാക്ടർ കുഞ്ചു എന്നല്ല അതിൻ്റെ പേര് ഞാനിട്ടതാണ്. മഹീന്ദ്ര അർജുൻ അൾട്രാ 1 605 DI എന്നാണ്. DLX. ഇതിൻ്റെ ഫ്രണ്ട് ഞാൻ കാണിച്ചൊരു കാര്യം. ഇവിടെ വല്ല പാമ്പും വല്ല വള്ളി ഉണ്ടെങ്കിൽ ഇപ്പോൾ ഞാൻ അതിൻ്റെ അടിപ്പെടും. സോ ഗൈസ്, ഇതെന്ത് എഴുതി വെച്ചിരിക്കുന്നത്? ഇതാണ് ഹൈ ഗെയിൻ ബ്രോയിലർ ഫിനിഷ്. ഇതാണ് നമ്മുടെ സ്വന്തം ട്രാക്ടർ. KL 8 ഇവിടുത്തെ വണ്ടിയല്ലേ, തൃശ്ശൂരിൻ്റെ അടുത്തെങ്ങാണ്ടുള്ളൊരു വണ്ടിയാണ്. സോ KL 8 AZ 9220 ആണ് ഈ വണ്ടിയുടെ നമ്പർ. ഇത് കാണാൻ നല്ല ബ്യൂട്ടി ആയിട്ടുണ്ട്. ഇത് കണ്ടു കഴിഞ്ഞാൽ മറ്റേ ആ വീഡിയോ ഉള്ള ഒരു മൂവി ഉണ്ടല്ലോ, എൻ്റെ പേരെന്തുവാ, ആ മൂവിയിലെ ഒരു ക്യാരക്ടറിൻ്റെ ഫേസാണ് ഇതിന്. സോ ഇതിൻ്റെ ഫ്രണ്ട് ഉപയോഗിക്കുന്നില്ല ഗൈസ്. അപ്പം ഇത് പാവം പിടിച്ച ജീപ്പ്, നല്ല മഹീന്ദ്രയുടെ സെറ്റ് ജീപ്പാണ് ഇത്. ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം. എന്നിട്ട് നമുക്ക് ഇതിലോട്ട് കണ്ടോ, പഴഞ്ചൻ ജീപ്പാണ്, നല്ല സെറ്റ് സാധനം, വൈബ് സാധനമാണ്. പക്ഷെ എന്ത് ചെയ്യാനാ, പഴഞ്ചനായിപ്പോയി, തുരുമ്പൊക്കെ പിടിച്ചില്ല. സീറ്റൊക്കെ ബൂട്ട് സ്പേസ് ഒക്കെ ഉണ്ട്. അപ്പുറത്തൊക്കെ എന്തൊക്കെ സ്ഥലം, അപ്പുറത്തെ കുറേ സ്ഥലം. നമ്മളിപ്പം ഇതിനകത്ത് കയറും. ഇതിനകത്ത് കയറിയിരിക്കാൻ പോവാണ് ഞാനിവിടെ ഇരിക്കുമ്പോൾ ഇങ്ങനെ ഇരിക്കും. I love this feel. ആക്ച്വലി ബസ്സിൻ്റെ ഗിയർ പോലത്തെ ഗിയർ ഇതാണ് ഗിയർ എൻ്റെ വിശ്വാസം. കണ്ട, അതാണ് ആക്സിലറേറ്റർ എന്ന് തോന്നുന്നു. ഇത് ക്ലച്ചാന്ന് തോന്നുന്നു. അങ്ങനെ എല്ലാ അസംഷനും ശേഷം യഥാർത്ഥത്തിൽ ട്രാക്ടർ ഓടിക്കുന്ന ഒരാളെ കിട്ടിയിട്ടുണ്ട്. പുള്ളിക്കാരനോട് നമുക്ക് എവറിത്തിങ് ചോദിച്ച് മനസ്സിലാക്കാം. പുള്ളി എന്നെ ഹെൽപ്പ് ചെയ്യാമെന്ന് പറഞ്ഞിട്ടുണ്ട്. ആൻഡ് ലെറ്റ് സീ ഹൗ ദിസ് ഇസ് ഡൺ. ആ സാധനം കണ്ടിട്ട് ഗ്യാസ് പോകുന്ന സാധനമാണെന്ന് തോന്നുന്നു. ഐ ഡോണ്ട് നോ. ശരി, ഇത് ഹൈ ലോയാണ്. ഇത് നമ്മൾ നോക്കിയിട്ടിട്ട് വണ്ടി സ്റ്റാർട്ട് ചെയ്യും. വാവ്, അത് ശരി. പിന്നെ നമ്മൾ അത് നോക്കി, പെട്രോൾ ആണോ ഇത് ഓടുന്നത്? ഡീസൽ. ഇത് ഗിയറാണ്. ഫസ്റ്റ്, സെക്കൻഡ്, തേർഡ്, ഫോർത്ത്, റിവേഴ്സ് ഇതിനകത്താണ്. റിവേഴ്സ് ഫസ്റ്റ് റിവേഴ്സും ഇതിനകത്താണ് വരുന്നത്. ഫസ്റ്റ് റിവേഴ്സ് ഫ്രണ്ടിലോട്ട്, ഫസ്റ്റ് മുമ്പോട്ട് പോകും, പുറമോട്ട് റിവേഴ്സ് പോകും. ഇത് ആക്സിഡന്റ് കയ്യിലുണ്ട്, കാലിലും ആക്സിഡന്റ്. കയ്യിലും കാലിലും ഉണ്ടല്ലേ. അപ്പം ബാക്കിലുള്ള ഈ സാധനമോ? ഇത് സീറ്റ് അഡ്ജസ്റ്റ് ചെയ്യുന്നതാണ്. ഇത് നമ്മുടെ ടിപ്പ് പൊക്കാൻ വേണ്ടി, കൂട്ടാൻ വേണ്ടി. ഇത് നമ്മൾ എയർ അടിക്കുന്ന കംപ്രസർ, എയർ പിടിക്കാൻ. ഇതാണ് ഗിയർ. ഇത് കുട്ടി ഗിയർ ചവിട്ടെന്ന് വെച്ചാൽ ഈ രണ്ട് വീലും നമുക്ക് മഴയത്ത് അങ്ങനെ കിടക്കുവാണെങ്കിൽ ഇത് ചവിട്ടി താത്ത് കഴിഞ്ഞാൽ രണ്ട് വീലും ഒരുപോലെ കിടന്ന് കറങ്ങിപ്പോകും. ഇത് ബ്രേക്കാണ്. നമുക്ക് കണ്ടെത്തി കൂട്ടാൻ നേരത്ത് നമ്മൾ ഈ ബ്രേക്ക് ഒരു സൈഡിൽ ചവിട്ടി ഒരു സൈഡിൽ മാത്രം ബ്രേക്ക് പോകും, ഈ സൈഡിൽ ബ്രേക്ക് ഫ്രീ ആവും. ഇത് ക്ലച്ചാണ്. അത് ക്ലച്ച്. ഇത് ക്ലച്ച്. ഇത് പിന്നെ നമ്മൾ കൊഴുവിട്ട് കൂട്ടാൻ വേണ്ടി ഹൈയും ലോയും എയർ റോട്ടോട്ട് കറങ്ങാൻ വേണ്ടി ഇടുന്ന ഗിയറാണ്. അത് പിടിച്ചിടുമ്പോഴാണ് ആ ഗിയർ കറങ്ങുന്നത്. ഇത് പിടിച്ചിടുമ്പോഴാണ് കറങ്ങുന്നത്. ഫ്രണ്ടിലോട്ട് റിവേഴ്സും കറങ്ങുന്നത്. ഇത് റിവേഴ്സും ഇടാം. ഈ സാധനം ഇളക്കാൻ പറ്റത്തില്ല, ഈ ബാക്കിലിട്ടേക്കുന്ന പിക്ക് എങ്ങനെ അത് ഇളക്കാം, ട്രിപ്പ് ഇളക്കി മാറ്റും. അപ്പം ഈ സാധനം ഇതെന്തുവാ? ഇത് ഐസൈറ്റ്. ഇത് ഐസൈറ്റാണ്. അപ്പൊ ഇത് രണ്ട് ബ്രേക്കാണോ? ഇത് ഒറ്റ ബ്രേക്ക് കൊടുക്കുന്നത് രണ്ടായിട്ടാണ് മാറ്റുന്നത്. കണ്ടത് നമ്മൾ നിരത്തി പൂട്ടാൻ നേരത്ത് ഒരു സൈഡിലോട്ട് വളയ്ക്കാൻ നേരത്തെ ഒരു ബ്രേക്ക് ഓട്ടിയാൽ മതി. ഈ സൈഡ് ബ്രേക്ക് കൊള്ളും, ഇങ്ങനെ പറയും പോകും. രണ്ട് ബ്രേക്കും പിടിച്ച് ഓടിക്കണ്ടാവും, തിരിഞ്ഞു. ഇത്രയൊക്കെയുള്ള സംഗതികളുണ്ട്. ഇത് ഹൈറ്റ് പൊക്കാൻ വേണ്ടിയുള്ളത്. സീറ്റും പൊക്ക.
സീറ്റ് നമുക്ക് ഇങ്ങോട്ട് നീക്കാം, ഫ്രണ്ടിലോട്ടും ബാക്കിലോട്ടും നീക്കാം. പൊക്കാൻ പറ്റില്ലേ? പൊക്കാൻ പറ്റില്ല, കാറിന്റെ നീക്കുന്നുണ്ട്. സോക്കറ്റ്സ് ഉണ്ട്, നമുക്ക് ഇരിക്കുന്നതനുസരിച്ച് വെയിറ്റിനനുസരിച്ച് കാറിന്റെ വെയിറ്റിനനുസരിച്ച് താഴെ പോവുകയും ചെയ്യും. അത് ശരി, ഇത്രേ ഉള്ളൂ. താങ്ക്സ് എന്തായാലും. ഈ ജീപ്പ് എന്ത് പറ്റി? ജീപ്പ് അത് പുരാതനമായിട്ട് പണിതേക്കുന്നുണ്ട്. അത് ശരി. അയ്യോ, സമയം കഴിഞ്ഞു. വണ്ടി വെക്കുന്നതാണ് പ്ലാവ് വണ്ടി, അത് ഈ ആ സാധനം കൊണ്ട് എന്തോന്നു? പോളിയോസ്. അത് പോളിയോസാണ്. നമുക്ക് അതെന്ത് പിന്നെ മഴ ചെയ്തിട്ട് കുളമായതാണോ? മഴ പണ്ടല്ല. പോളിയോസ് എന്ന് വെച്ചാൽ നമുക്ക് മഴക്കാലത്തും വെയിലത്തും നമുക്ക് കൃഷി ചെയ്യാൻ വേണ്ടി ഉപയോഗിക്കുന്ന പോളിയോസ്. അത് ശരി. അത് കീടങ്ങളും പ്രതിരോധ ശേഷിയും കുറയ്ക്കാൻ വേണ്ടിയാണ് അതിനകത്ത് കൃഷി ചെയ്യുന്നത്. അവിടെ ഉണ്ടല്ലേ? അത് എല്ലായിടത്തും വെക്കാൻ പറ്റുമോ? 7 പോളിയോസ് നമ്മുടെ വീട്ടിലാണ് മട്ടപ്പാവൻ മണ്ട ഒക്കെ വെക്കാല്ലേ? പോളിയോസ് അതെന്ത് എന്ത് മെറ്റീരിയൽ എന്തോ പുറത്തിട്ടേക്കുന്നു? നല്ല കട്ടിയുള്ള കുബോട്ട കണ്ണാടിയൊക്കെ ഉണ്ട്. മിക്കവാറും ട്രാക്ടറെ ചെടി എൻ്റെ സ്കേർട്ട് മുഴുവനാവും. പക്ഷെ പണ്ട് കാര്യം വാവും. ഐ ഡോണ്ട് നോ, ദർ ഇസ് സം സോർട്ട് ഓഫ് എനിക്ക് അൺഎക്സ്പ്ലെയിനബിൾ ലവ് ടുവേർഡ്സ് മെഷീൻസ് വിച്ച് മേക്സ് മീ ഫീൽ അലൈവ്. ആൻഡ് എന്ത് മെഷീൻ ചോദിച്ചാൽ ഐ ഡോണ്ട് നോ, സംഹൗ എവറി മെഷീൻ ഹാസ് ഇറ്റ് അട്രാക്റ്റീവ്. പ്രൊപ്പലർ ലുക്കാണല്ലേ ഇനി. കഴിഞ്ഞു എന്ന് വിചാരിച്ചു, പക്ഷേ കുറേ ട്രാക്ടേഴ്സിൻ്റെ വീഡിയോ എനിക്ക് കിട്ടി. അതോടൊപ്പം തന്നെ ഇൻ്റഗ്രേറ്റഡ് ഫാമിംഗ് സിസ്റ്റവും കാണാൻ പറ്റി. അപ്പാർട്ട് ഫ്രം ദാറ്റ് ഐ വോണ്ട് ടെൽ യു സംതിങ് എൽസ്. ഇത്രയും വലിയ കൊലയുള്ളൊരു വാഴ നിങ്ങൾ കണ്ടിട്ടുണ്ടോ? ഇവിടെ നോക്കി, കണ്ടോ? ഇത് നമ്മൾ കണ്ടു. ഐ ഹോപ്പ് വി ആർ വൈൻഡിങ് അപ്പ്. ഐ ഹോപ്പ് നിങ്ങൾക്ക് ഇതിനകത്തുനിന്ന് എന്തെങ്കിലും ഒരു ഐഡിയ കിട്ടിക്കാണെന്ന് തോന്നുന്നു. സോ ബൈ ഗൈസ്, വിൽ സീ യു ഇൻ ദ നെക്സ്റ്റ് വീഡിയോ. ജസ്റ്റ് ലെറ്റ് മീ നോ ഇൻ മൈ comments if you have anything to say. Bye. Cheers.